കണ്ണുള്ളവരെ കാതുള്ളവരെ കഥയുണ്ടിതു ചൊല്ലാനേ പാണൻ പക്ഷം. കരളലിയിക്കും കഥകളുണ്ടേ മന്മഥൻ ചേലുള്ള കഥകളാണേ. കണ്ണുള്ളവരെ കാതുള്ളവരെ കഥയുണ്ടിതു ചൊല്ലാനേ പാണൻ പക്ഷം. ഹായ് കുഞ്ഞോമനകളെ, എന്തു ശേല നിങ്ങളെ കാണാൻ, എന്ത് സന്തോഷ നിങ്ങളുടെ മുഖത്ത്. മുതിർന്നവർക്കും ഉണ്ട് കേട്ടോ നല്ല സന്തോഷം. ആട്ടെ, കുട്ടികൾക്ക് ഈ പാണൻ ആരാണെന്ന് മനസ്സിലായോ? നാടായ നാടെല്ലാം ചുറ്റി ദേശായ ദേശമെല്ലാം താണ്ടി കഥകൾ പറഞ്ഞു നടക്കുന്നവനാണ് പാണൻ. കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എങ്കിൽ ഈ പാണൻ ഒരു കഥ പറഞ്ഞു തരാം. വെറും കഥയല്ലാട്ടോ, ഒരു സംഭവ കഥ. അങ്ങകലെ കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം മരിയൻ കോവിൽ. ഈ ഇടവകയിലേക്ക് ഒരു വൈദികൻ വന്നു. ഈ വൈദികനെ നിങ്ങൾ പോളച്ച എന്ന് വിളിച്ചോ. എന്താച്ചാ? അതെ, പോളച്ച. അന്നുവരെ അക്രമവും വിലാപവും നിറഞ്ഞ മരിയൻ കോവിലിൽ പോളച്ചൻ വന്നപ്പം ഒരു സ്വർഗമായി മാറി. എന്തു കണ്ടിട്ടേതു കണ്ടിട്ടയ്യാവോ, എന്തു കണ്ടിട്ടേതു കണ്ടിട്ട് തെയ്യാത്തിണ്ടാവോ, താത്തികതൈ താത്തികതൈ തെയ്യാത്തിണ്ടാവോ. കണ്ടില്ലേ എത്ര സന്തോഷത്തോടെയാ അവർ ജീവിക്കുന്നേന്ന്. പോളച്ചൻ എന്ന് വെച്ചാ അവർക്ക് ജീവനാ. അച്ഛന് വേണ്ടി ഒരു പുതിയ വൈദിക മന്ദിരം ഉണ്ടാക്കി സാധനങ്ങൾ മാറ്റുന്ന തിരക്കിലാണവർ. ഓ, നേരം പാതിരയായല്ലോ. അല്ല, നിങ്ങൾക്ക് ആർക്കും വീട്ടിൽ പോകണ്ടേ? അല്ല, ജോൺസേട്ടൻ എവിടെ പോയി? ഞാനിവിടെ ഉണ്ട് എന്റെ അച്ചോ. ജോൺസേട്ടാ, നേരം പാതിരയായി. കെട്ടിക്കാൻ പ്രായമായി 2 പെൺമക്കൾ മാത്രമേ വീട്ടിലുള്ളൂ എന്നൊരു വിചാരവുമില്ല. ഇതുകൂടി ഒന്ന് കഴിഞ്ഞിട്ട് പോരെ എന്റെ അച്ഛ. മതി, ഇനി നിർത്തിയേ. ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ താഴത്ത് ഞാൻ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ജോൺസേട്ടൻ ഇവരെയൊക്കെ കൂട്ടിപ്പോയി ആ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോവാൻ നോക്കിയേ. മതി, അതവിടെ വെച്ചേക്ക് ജോൺസേട്ടാ. ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? ആ പിള്ളേര് അവിടെ പേടിച്ചിരിക്കുകയായിരിക്കും. ശരി, ഈ അച്ഛൻ്റെ ഒരു കാര്യം. ദേ, നിങ്ങളുടെ മുഖത്ത് കണ്ടിരുന്ന അതേ സന്തോഷം തന്നെയാ ഈ പാണൻ അവരുടെ മുഖത്തും കണ്ടത്. പക്ഷേ ആ സന്തോഷം അധികം നാൾ നിലനിൽക്കുന്നത് അവനിഷ്ടമല്ലല്ലോ. എല്ലാവരുടെയും തകർച്ചയല്ലേ അവന്റെ ഹരം, എല്ലാവരുടെയും ദുഃഖമല്ലേ അവന്റെ സന്തോഷം. താത്തികതൈ താത്തികതൈ തെയ്യാത്തിണ്ടാവോ, താത്തികതൈ താത്തികതൈ തെയ്യാത്തിണ്ടാവോ, എന്തു കണ്ടിട്ടേതു കണ്ടിട്ടയ്യാത്തിണ്ടാവോ, എന്തു കണ്ടിട്ടേതു കണ്ടിട്ട് തെയ്യാത്തിണ്ടാവോ, താത്തികതൈ താത്തികതൈ തെയ്യാത്തിണ്ടാവോ. ജോൺസേട്ടാ. ആരത്? പീറ്റർ കുഞ്ഞോ? ജോൺസേട്ടാ, ഇവിടെ അച്ഛനുണ്ടോ? അച്ഛനില്ലല്ലോ കുഞ്ഞെ. അച്ഛൻ ഒരിടം വരെ പോയിരിക്കുക. വൈകുമെന്നാ പറഞ്ഞത്. എന്തേ? അച്ഛനൊരു അനാഥാലയം തുടങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നുവല്ലോ. അതിലേക്കായി ഒരു ചെറിയ ഡൊണേഷൻ കൊടുക്കണമായിരുന്നു. ജോൺസേട്ടനത് അച്ഛന് കൊടുക്കൂ? അയ്യോ, അത് വേണ്ട കുഞ്ഞെ. കാശിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കാറില്ല. അതൊക്കെ അച്ഛൻ നേരിട്ടാ നടത്താറ്. അത് കുഞ്ഞ് അച്ഛന്റെ കയ്യിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ നാളെ തന്നെ തിരിച്ച് ജോയിൻ ചെയ്യണമെന്ന് MD വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ നെടുമ്പാശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു. ഇന്ന് 3:30ക്കാണ് ഫ്ലൈറ്റ്. അച്ഛന് വേണ്ടി കാത്തു നിന്നാൽ എന്റെ ഫ്ലൈറ്റ് മിസ്സാകും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ജോൺസേട്ടനത് അച്ഛന്റെ കയ്യിൽ കൊടുത്താൽ മതി. ഞാൻ അച്ഛനെ മൊബൈൽ വിളിച്ചോളാം. കുഞ്ഞെ, ഞാൻ അത് കൊടുക്കാം. പക്ഷേ ഒരു പക്ഷേയുമില്ല. ജോൺസേട്ടനത് പിടിച്ചേ.
25,000 രൂപയുണ്ട്. ഇനിയും സംസാരിച്ചു നിന്നാൽ ഞാൻ ലേറ്റ് ആകും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ. ശരി ജോൺ ചേട്ടാ, നമുക്ക് തിരിച്ചു വന്നിട്ട് കാണാം. ബൈ. ഹലോ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആരാ സംസാരിക്കുന്നത്? ഓ, പീറ്ററോ? ഡൽഹിയിൽ നിന്നോ? അല്ല, ഡൽഹിയിൽ എത്തിയോ? കാശോ? 25,000 രൂപയോ? ജോൺസേട്ടന്റെ കയ്യിലോ? 25,000 രൂപ. ഓ, ആകാശ് കിട്ടി. ഞാൻ പെട്ടെന്ന് അങ്ങ് ഓർത്തില്ല. ശരി. ഇനി എന്നാ നാട്ടിലേക്ക്? അപ്പോ പിന്നെ അന്നേരം കാണാം. പ്രാർത്ഥിക്കാം, ദൈവം അനുഗ്രഹിക്കട്ടെ. ജോൺസേട്ടൻ ഈ കാശിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. മറന്നു പോയിട്ടുണ്ടാവാം. എന്നാലും ജോൺസേട്ടാ, അല്ല, ജോൺസേട്ടാ എവിടെ പോയി? ഇനിയെങ്ങാനും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒന്നല്ലെങ്കിലും അദ്ദേഹം ഒരു 40 വർഷമായില്ല ഇവിടെ ജോലി ചെയ്യുന്നു. ജോൺസേട്ടന്റെ സ്വഭാവത്തിന് ഈ ഈയിടെയായി എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ആരുമില്ലേന്ന്. ആരാ? എന്താ വേണ്ടത്? അച്ചോ, ഞാൻ ഒരുപാട് ദൂരെ നിന്ന് വരികയാ. എന്തെങ്കിലും കഴിച്ചിട്ട് തന്നെ കുറേ ദിവസമായി. എന്നെ ഒന്ന് സഹായിക്കണം. ആദ്യം നിങ്ങളുടെ മുഖത്ത് നിന്ന് ആ തുണി ഒന്ന് മാറ്റിയേ, ഞാനൊന്ന് കണ്ടോട്ടെ. അരുതച്ചോ, അരുത്. ഞാനൊരു വികൃതനായ മനുഷ്യൻ. എന്നെ കാണുന്നവർ ഒന്നെങ്കിൽ പേടിക്കും, അല്ലെങ്കിൽ കല്ലെറിഞ്ഞോടിക്കും. ഇവിടെ ഇപ്പൊ തന്നെ ആരും കല്ലെറിയാനോ കളിയാക്കാനോ പോകില്ല. കാരണം ഇതൊരു ദേവാലയമാ. ഞാനോ ഒരു വൈദികനും. ശത്രുക്കളെ പോലും സ്നേഹിക്കാനാണ് ഞങ്ങളുടെ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത്. പിന്നെയാണോ നിങ്ങൾ? തൊടരുതച്ചോ, എന്നെ തൊടരുത്. ഞാനൊരു നികൃഷ്ടനായൊരു മനുഷ്യൻ. അങ്ങേ പോലെ വിശുദ്ധിയുള്ള ഒരാളുടെ സ്പർശനത്തിന് പോലും എനിക്ക് അർഹതയില്ല. എനിക്ക് വെളിച്ചത്തെ ഭയമാണ്. അങ്ങ് എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി. എന്തെങ്കിലും തന്നാൽ എങ്ങനെയാ ശരിയാകാ? നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്. വിശക്കുന്നവന് ഭക്ഷണമാണ് ആവശ്യം. ഒരു കാര്യം ചെയ്യാ, നിങ്ങൾ എന്റെ കൂടെ വന്നേ, നമുക്ക് ഊട്ടുപുരയിലേക്ക് പോകാം. ഇല്ലച്ചോ, ഇല്ല. എന്നെ നിർബന്ധിക്കരുത്. ദുർഗന്ധമുള്ള പഴുത്തൊലിക്കുന്ന വ്രണങ്ങളാണ് എന്റെ ശരീരം മുഴുവൻ. ഞാൻ അങ്ങയുടെ മുറികൾ വൃത്തികേടാക്കും. അങ്ങേ പോലുള്ള ഒരു മനുഷ്യന്റെ ഊട്ടുമുറിയിലിരുന്ന് ഭക്ഷിക്കാൻ ഈ തെരുവ് പട്ടിക്ക് എന്തർഹത? അങ്ങ് എനിക്ക് പൈസയായിട്ട് എന്തെങ്കിലും തന്നാൽ മതി. എന്റെ ഈ എളിയ അപേക്ഷ അങ്ങ് തിരസ്കരിക്കരുതേ. ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. ശരി, എന്നാ പിടിച്ചോ. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും സെന്റ് വിൻസെന്റ് പോൾ സംഘടനയിലെ ചേട്ടന്മാർ ഇവിടെ വരും. അവരോട് ഞാൻ താങ്കളുടെ കാര്യം സൂചിപ്പിക്കാം. അവർക്കൊരു പക്ഷേ താങ്കളെ സഹായിക്കാൻ കഴിഞ്ഞെങ്കിലോ? അടുത്ത ഞായറാഴ്ച താൻ രാവിലെ ഇങ്ങോട്ട് വരാം. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, അന്നൊന്നും ഇതേപോലെയുള്ള സിദ്ധാന്തങ്ങളോ വർത്തമാനങ്ങളൊന്നും പറയാതിരുന്നാൽ മതി. കേട്ടല്ലോ? ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട്. ജീവിതത്തിൽ ആദ്യമായാണ് സ്നേഹത്തിൽ പൊതിഞ്ഞ ഏതാനും വാക്കുകൾ ഈ ഞാൻ ശ്രവിക്കുന്നത്. ഞാൻ തീർച്ചയായും വരും അച്ചോ, തീർച്ചയായും വരും. വരട്ടെ അച്ചോ. അച്ഛനെ മുഖലക്ഷണത്തിൽ വിശ്വാസമുണ്ടോ? എന്ത്? മുഖം നോക്കി ലക്ഷണം പറയുന്നതിൽ അച്ഛന് വിശ്വാസമുണ്ടോ എന്ന്. മുഖലക്ഷണത്തിലോ? താൻ മുഖലക്ഷണവും പറയോ? പിന്നെ ഞങ്ങൾക്ക് ഒരു ലക്ഷണത്തിലും വിശ്വാസമില്ല. അതെല്ലാം 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. ഞങ്ങൾക്ക് ദൈവത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അച്ഛന് മുഖലക്ഷണത്തിൽ വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. അച്ഛൻ
ആരെ പറ്റിയാണോ മനസ്സിൽ സംശയത്തോടെ ഓർത്തിരുന്നത്, ആരുടെ സ്വഭാവമാണോ ഈ ഇടയായി അച്ഛനിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുന്നത്, അവ മൂലം അച്ഛന് മാനഹാനി സംഭവിക്കും. അച്ഛനെ ആശ്രയിക്കുന്ന ബഹുമാനിക്കുന്ന ഈ നാട്ടുകാർ അവ മൂലം അച്ഛനെതിരെയായി തിരിയും. ശരീരത്തിലും മനസ്സിലും ഒരിക്കലും ഉണങ്ങാത്ത ഒരുപാട് മുറിപ്പാടുകൾ അവനുണ്ടാക്കും. അവനെ സൂക്ഷിച്ചോ അച്ഛോ, അവനെ സൂക്ഷിച്ചോ. അവനച്ഛനെ നശിപ്പിക്കും, അവനച്ഛനെ നശിപ്പിക്കും, അവനച്ഛനെ നശിപ്പിക്കും. ആരെ സൂക്ഷിക്കാൻ? നമ്മുടെ ജോൺസേട്ടനെയോ ആ പാവത്തെയോ? അയാൾ ഭ്രാന്ത് പറയുകയാ. അവൻ മൂലം അച്ഛന് മാനഹാനി സംഭവിക്കും. ശരീരത്തിലും മനസ്സിലും ഒരിക്കലും ഉണങ്ങാത്ത ഒരുപാട് മുറിപ്പാടുകൾ അവനുണ്ടാക്കും. അവൻ അച്ഛനെ നശിപ്പിക്കും. അച്ഛൻ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ഉവ്വ്, അന്വേഷിച്ചിരുന്നു. ജോൺസേട്ടൻ എന്തെങ്കിലും എന്നോട് പറയാൻ മറന്നിട്ടുണ്ടോ? അല്ല, എന്താ അച്ഛൻ അങ്ങനെ ചോദിച്ച്? അല്ല, ജോൺസേട്ടൻ എനിക്ക് എന്തെങ്കിലും തരാൻ മറ്റോ മറന്നിട്ടുണ്ടോ? ഉണ്ടോ അച്ഛാ? എനിക്ക് അങ്ങട് പഴയ പോലെ ഒന്നും ഓർമ്മ വരുന്നില്ല. ആരെങ്കിലും എനിക്ക് തരാൻ വേണ്ടി കാശ് ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്താച്ചാ, എന്താ കാര്യം? അല്ല, നമ്മുടെ ആ പീറ്റർ ഇല്ലേ, ഡൽഹിയിൽ ജോലി ചെയ്യുന്നത്, അദ്ദേഹം നമ്മുടെ ജോൺസേട്ടന്റെ കയ്യില് ഒരു 25,000 രൂപ എനിക്ക് തരണമെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അതിനെ കുറിച്ചൊന്ന് ചോദിച്ചതാ. ഉണ്ടോ തന്റെ കയ്യിൽ കാശുണ്ടോ? ആ, നമ്മുടെ പീറ്റർ കുഞ്ഞല്ലേ, തന്നിരുന്നു. ആ തിരക്കിൽ ആ കാര്യം അങ്ങോട്ട് ഓർത്തില്ല, മറന്നു. എന്തായിരുന്നു ഇത്ര തിരക്ക്? എന്നിട്ട് ആ കാശ് എവിടെയാ? അത് അന്ന് കാശ് തന്നപ്പോ ഇവിടെ വെക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു. വീട്ടിലാ? പള്ളി മുതൽ വെക്കാനുള്ള സ്ഥലത്ത് എന്റെ വീട്? ഓ, തന്നോട് അങ്ങനെ പറ. ഞാൻ ആലോചിക്കായിരുന്നേ, നമ്മുടെ ഭണ്ഡാരത്തിൽ ഒരു കൊല്ലായിട്ട് കളക്ഷൻ തീരില്ലെന്നേ. തേങ്ങയുടെ കാര്യമാണെങ്കിൽ പറയും വേണ്ട, സ്ഥിതി ഇങ്ങനെ തന്നെ. അപ്പൊ ഇതാണ് സംഗതിയില്ലേ? ഇപ്പഴാ പിടികിട്ടിയത്. അച്ഛോ, ഇത്രയും നാള് നമ്മള് കുറുക്കന്റെ കയ്യിലുള്ള ഈ താക്കോല് കൊടുത്തിരുന്ന. നാളെ കുറേ കുഞ്ഞ് ഞാനിവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ നിന്നും തരുന്ന ശമ്പളമല്ലാതെ ഇന്നേ വരെ ഒരു മുട്ടായിക്കുള്ള പൈസ പോലും ഈ തിരുസന്നിധിയിൽ നിന്നും ഞാൻ എടുത്തിട്ടില്ല. ദയവ് ചെയ്ത് എന്നെ കള്ളനെന്ന് പറയരുത്. മിണ്ടിപ്പോരുത്. കള്ളനല്ലാണ്ട് പിന്നെ അതാ മാർപ്പാപ്പിയ? അതരോ പ്രായ കൂടുതലെന്ന കാര്യം ഞാൻ ഓർക്കില്ലേട്ടാ. ഇനി ശബ്ദിച്ച പിന്നെ ശബ്ദിക്കുന്നത് ഈ കയ്യായിരിക്കട്ടാ. വിടടാ, വിട്. ഇയാളോടൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. പോലീസിനെ വിളിക്ക്, പോലീസ് വരട്ടെ. അവര് തത്ത പറയിക്കുന്ന പോലെ ഇയാളോട് കാര്യങ്ങൾ പറയിച്ചോളും. 40-40 കൊല്ലായിലോട് ഈ പണി തുടങ്ങിയിട്ട്. തനിക്ക് നാണലോട് മനുഷ്യ, എന്തിനാണ്ടോ? നിർത്ത്. പോലീസിനും പട്ടാളത്തെയും ഒന്നും വിളിക്കണ്ട. നിങ്ങൾ പള്ളി കമ്മിറ്റി മീറ്റിങ്ങിനല്ലേ വന്നത്? നമുക്ക് അവിടേക്ക് പോകാം. അപ്പോഴേക്കും ജോൺസേട്ടൻ പോയി വീട്ടിൽ നിന്ന് ആ പൈസ എടുത്തു കൊണ്ടുവരാം. കേട്ടല്ലോ? ആ, നിങ്ങൾ എൻ്റെ കൂടെ വന്നേ, നമുക്ക് മീറ്റിങ്ങിന് പോവാം. ഓ, അച്ഛൻ പറഞ്ഞോട്ടാ, പോയി കാശെടുത്തിട്ട് പാടോ. കള്ളനല്ലാണ്ട് മാർപ്പാപ്പ വന്നിറക്കണു. പോയിട്ട് പാടോ. അച്ഛോ, ഇത്രയും നാള് നമ്മള് കുറുക്കന്റെ കയ്യിലുള്ള ഈ താക്കോല് കൊടുത്തിരുന്ന. 40-40 കൊല്ലായിലോട് ഈ പണി തുടങ്ങിയിട്ട്. തനിക്ക് നാണലോട് മനുഷ്യ. ഇവിടെ ആരും ഇല്ലേ? ആരാ? ഞാൻ കുറച്ചു മുമ്പ് ഇവിടെ വന്നിരുന്നു. അച്ഛനെ ഒന്ന് കാണണമായിരുന്നു. അച്ഛൻ എവിടെ? അച്ഛൻ? ഇവിടെ ഒരു അച്ഛനും ഇല്ല, ഒരു കൊച്ചനും ഇല്ല. ഒന്ന് പോകുന്നുണ്ടോ? അച്ഛൻ എപ്പോ വരും? അത് എന്നോടാണോ ചോദിക്കുന്നത്? ഈ മനുഷ്യൻ എന്റെ കയ്യിൽ നിന്ന് വല്ലതും കേൾക്കാനാ?
പോയി അച്ഛനോട് ചോദിക്കേ പോകാൻ. താങ്കൾക്ക് മുഖലക്ഷണത്തിൽ വിശ്വാസമുണ്ടോ? മുഖലക്ഷണം ഞാൻ ചൂലും കെട്ടെടുക്കും. ഒന്ന് പോടോ. വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആരുമൂലം നിന്റെ മനസ്സ് വിഷമിച്ചുവോ, ആരുമൂലം നിന്റെ മാനത്തിന് ഹാനി സംഭവിച്ചുവോ, അവനെ സൂക്ഷിക്കണം. അവൻ മൂലം നീ ഇനിയും പീഡിപ്പിക്കപ്പെടും, അപമാനിക്കപ്പെടും. ഇന്ന് നിന്റെ കഴുത്തിൽ കയറി പിടിച്ചവർ നാളെ നിന്റെ പെൺമക്കളുടെ മടിക്കുത്ത് കയറി പിടിക്കും. നിർമ്മല ഹൃദയത്തോടു കൂടെ അല്ലടാ ഈ കപ്പേർ ജോലി ചെയ്തിരുന്നത്. പക്ഷേ അവൻ മൂലം നീ ഇനി കള്ളനായി, ചതിയനായി മുദ്ര കുത്തപ്പെടും. 40-40 വർഷങ്ങളായി അഹോരാത്രം ഈ ദേവാലയത്തിന് വേണ്ടി വിയർപ്പൊഴിക്കാൻ നിന്നെക്കാളും നാട്ടുകാർക്ക് വിശ്വാസം വെറും 1.5 വർഷം മുമ്പ് ഇവിടെ വന്നു ചേർന്ന ആ കള്ള പാതിരിയാണ്. അവനെ സൂക്ഷിച്ചോ, അവൻ മൂലം നിനക്ക് ദുരന്തം. അവൻ നിന്നെ നശിപ്പിക്കും. നിർത്താൻ. നീ ആരാ? നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? ഞാൻ ആരാ എന്താ എന്നുള്ളതിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. പക്ഷേ നീ നാളെ ഇവിടെ എന്തായി തീരും എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ആ, ഇനി ചിന്തിച്ചിട്ട് എന്താ കാര്യം? എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു കള്ളനായി തീർന്നില്ലേ? ഞാൻ ഇനി എന്താ ചെയ്യുക? മണ്ടാ, മരമണ്ടാ, ഇനിയാണ് ചിന്തിക്കേണ്ടത്. ഇനിയാണ് നിനക്ക് ചെയ്യാനുമുള്ളത്. മനസ്സിലായില്ല. അതെ, ആരുമൂലം നീ എല്ലാവരുടെയും മുമ്പിൽ കള്ളനായി തീർന്നുവോ, അവനിവിടെ കള്ളനായി മാറണം. ആരുമൂലം നിന്റെ മാനത്തിന് ഹാനി സംഭവിച്ചുവോ, അവൻ അപമാനിക്കപ്പെടണം. കൊള്ളരുതാത്തവനും ചതിയനും നുണയനുമാക്കി തീർക്കണം. അങ്ങനെയെങ്കിൽ അവൻ പറയുന്നത് ഈ ലോകം കേൾക്കില്ല. അപ്പോൾ നീ നിഷ്കളങ്കനായിരുന്നുവെന്നും പഴയതുപോലെ നിന്നെ ഇടവക്കാർ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും തുടങ്ങും. ശരിയാ, നീ പറഞ്ഞത് ശരി തന്നെ. പക്ഷേ ഞാൻ അതിനായി എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. തന്താനെ തനാനെ തന്താനെ തന തന്താന തന്താന തനെ നാനെ തന്താനെ തനാന 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 തന്താന തന്താന തനെ നാനെ. കണ്ടില്ലേ, അവനെ സൂക്ഷിക്കണം. അവൻ ജന്മന നുണയനും ചതിയനുമാണ്. കാണേണ്ടതു കാണാനും കേൾക്കേണ്ടതു കേൾക്കാനും തള്ളേണ്ടത് തള്ളാനും ആശിസേകൂ. ആ, ജോൺസേട്ടൻ. ജോൺസേട്ടാ, ജോൺ സേട്ടൻ ഞങ്ങൾ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നോ? കുഞ്ഞേ, ഇവിടെ ഇപ്പോ പഴയതുപോലെ ഒന്നല്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറയുന്നത് പുറത്തുപോയി ആരോടും പറയരുത്. നമ്മുടെ അച്ഛന്റെ സ്വഭാവം അത്രയ്ക്ക് അങ്ങോട്ട് ശരിയല്ല. ജോൺ സേട്ടൻ എന്തോ മനസ്സിൽ വെച്ച് പറയുകയാണല്ലോ. എന്താണെന്ന് തെളിച്ചു പറ. അത് അന്ന് കാശ് തന്നപ്പോ എടാ കള്ള, നുണ പറയുന്നോ? തങ്കം പോലത്തെ അച്ഛനെ പറ്റി അപവാദം പറഞ്ഞ് നടന്നാലുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതെന്ന് ഓർമ്മ വേണം. അല്ലെങ്കിൽ ജയിലിൽ പോയി കിടന്നെ താൻ. ഞാൻ പറയേണ്ടത് പറഞ്ഞു. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട കുഞ്ഞെ.
40 വർഷമായി ഞാനിവിടെ പണിയെടുക്കുന്നു. മറ്റൊരച്ഛനെ പറ്റിയും ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ ജോൺ ചേട്ടൻ പറഞ്ഞു വരുന്നത് പീറ്റർ കൊടുത്ത 25,000 രൂപ അച്ഛന്റെ കയ്യിൽ കൊടുത്തെന്നാണോ? ആ കാശ് അച്ഛൻ മേശയ്ക്കകത്ത് ഒളിപ്പിച്ചു വെക്കുന്നത് താൻ കണ്ടെന്നാണോ? എങ്കിലിത് അച്ഛനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. വിശുദ്ധമായ അങ്കിക്കുള്ളിൽ ആട്ടിൻ തോലിട്ട ചെന്നായുണ്ടോ എന്ന് അറിയണമല്ലോ. അല്ല മറിച്ച് താൻ പറയുന്നത് കള്ളമാണെങ്കിൽ തന്നെ മേലിൽ ഇവിടെ കണ്ടുപോകരുത്. അച്ചോ, അച്ചോ, ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ അച്ചോ. അച്ചോ, അച്ചോ. ആരാ? എന്താ വേണ്ടത്? ഞങ്ങളാച്ചോ. പീറ്റർ തന്ന കാശ് അച്ഛൻ എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? കാശോ? എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നേ? വേലയിറക്കല്ലേ അച്ചോ. എപ്പോഴും ഞങ്ങളെ വിട്ടുകളാക്കാമെന്ന് കരുതണ്ട. ഡോ, അച്ഛന്റെ കയ്യിൽ താൻ കൊടുത്ത പൈസ മേശയ്ക്കുള്ളിൽ വെക്കുന്നത് താൻ കണ്ടോ? കണ്ടു കണ്ടു. നോക്കി നിൽക്കാതെ മേശയ്ക്കുള്ളിൽ നോക്കടാ. എടോ കള്ളപ്പാതിരി, തനിക്ക് എങ്ങനെയാണോ? താൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നാളായോ തന്നെ ഞങ്ങൾ എടുത്തോളട്ടാ. നിന്നെ ഞാൻ വിടില്ല, കൊല്ലും ഞാൻ. ഇവനെ നമ്മളല്ല, പോലീസ് അയക്കരുത് ചെയ്തോളും. വിളിക്കണ പോലീസിനെ. ഒരു പോലീസിനെയും വിളിക്കണ്ട, ഇവന് ഞാൻ തന്നെ തീർത്തോളാം. അച്ചോ, പീറ്റർ തന്നതല്ലാതെ വേറെ ഏതൊക്കെ കാശ് എവിടെയൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്? ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായല്ലേ? ദൈവമേ, എനിക്കൊന്നും പറയാനില്ല. എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ്. എന്താ തനിക്ക് ഉത്തരം പറഞ്ഞല്ലേ? തന്നോട് ചോദിക്കല്ലേന്നല്ലേ? ചെയ്യാൻ തനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. വൃത്തികെട്ടവൻ. നാണാവില്ലടോ. പോലീസ് വരാൻ പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ താൻ ഇവിടുന്ന് ജീവനോടെ പോവില്ല. കേട്ടോടോ പന്ന. ഹലോ അച്ചോ, ഇത് അരമനയിൽ നിന്നാണ്. അച്ഛന്റെ മരിയ കോവിലകം ഇടവകയിലുള്ള സേവനം നിർത്തി ഇവിടേക്ക് വരാൻ സഭ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു അന്വേഷണത്തിന് ശേഷമേ തുടർ നടപടികളെ കുറിച്ച് തീരുമാനിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഔദ്യോഗികമായ ഒരു അധികാരവും താങ്കൾക്ക് ഉണ്ടായിരിക്കുകയില്ല. പള്ളിയുടെ പുറത്ത് വണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അച്ഛന് അവിടെ നിന്ന് മടങ്ങാം. ശരി. ജോൺസേട്ടാ, ജോൺസേട്ടാ. എന്താച്ചോ? ജോൺസേട്ടാ, അരമനയിൽ നിന്ന് വിളി വന്നു. ഞാൻ പോകുകയാണ്. ജോൺസേട്ടനോട് പല പ്രാവശ്യം പറയണം എന്ന് ഞാൻ കരുതിയതാ. നടന്നില്ല, സമയം കിട്ടിയില്ല. ആ കാശ് തരാൻ ജോൺസേട്ടൻ മറന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഇങ്ങനൊരു ഇഷ്യൂ ആകും എന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. എന്നോട് ക്ഷമിക്കണം. ജോൺസേട്ടന് അത് വലിയ വിഷമത്തിനിടയായി അല്ലേ? സോറി, ഒന്നും മനസ്സിൽ വെക്കരുത്. ഇതിൽ 50,000 രൂപയുണ്ട്. അരമനയിൽ നിന്നും എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ചുണ്ടാക്കിയ കാശാണ്. എനിക്കെന്തിനാണ് ഈ കാശ്? അപ്പനും അമ്മയും മരിച്ചു. മറ്റു ബന്ധുക്കളായി ആരുമില്ല. ജോൺസേട്ടൻ എനിക്കൊരു സഹോദരനെ പോലെയാണ്. ജോൺസേട്ടനാണ്
ഈ കാശിന് ആവശ്യം. കാരണം മക്കളുടെ കല്യാണം നന്നായി നടത്തേണ്ട. എനിക്കിത് വേണ്ട. ഒന്നും പറയരുത്, ഇത് എന്റെ ഒരു ആഗ്രഹമാണ്. എനിക്ക് ഇനി മറ്റൊരു ഇടവകയിൽ വികാരിയായി. അതൊക്കെ പോട്ടെ, വേണ്ടെന്ന് പറയരുത്. എനിക്കായി കാർ അടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ജോൺസൺ. ഞാൻ ഇറങ്ങുന്നു. ഞാനിതെന്താ ചെയ്തത്? എന്റെ പൊന്നു പോലത്തെ അച്ഛന്, എന്റെ ദൈവമേ. ജോൺസേട്ടാ, ആരാ? നീയോ? നിനക്കിനിയും മതിയായില്ലേ? ആ, നീ കാരണം ഞാൻ എന്റെ അച്ഛനെ, ദൈവത്തെ പോലെ കൊണ്ടു നടന്ന എന്റെ അച്ഛനെ നീ ചതിയ. നിന്നെ ഞാൻ ഞാൻ നിന്നെ ചതിച്ചുവെന്നോ? നിന്നെ രക്ഷിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ രക്ഷിക്കാനുള്ള മാർഗം പറഞ്ഞു തന്ന ഞാൻ ചതിയനാണെന്നോ? എല്ലാവരാലും അപമാനിക്കപ്പെട്ട് അതിൽ വിഷമിച്ചിരുന്ന നിന്റെ ആ പഴയ അവസ്ഥ മാറ്റി തരാൻ സഹായിച്ച എന്നെ നീ ആക്രമിക്കുന്നുവോ? നിന്നെ സഹായിക്കാൻ മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ. സഹായിച്ചെന്നോ? ആരെ? എന്നെയോ? എന്നെ കൊണ്ട് ഈ കൊടും ക്രൂരത ചെയ്യിപ്പിച്ച് നീ ന്യായം പറയുന്നോ? എന്തിനാടാ നീ എന്നെ കൊണ്ട്? എന്ത് തെറ്റാടാ ഞാൻ നിന്നോട് ചെയ്തത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നായി പറയുന്നേ? നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. ഞാൻ നിന്നെ സഹായിക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ. നീ എന്ത് കൊടും ക്രൂരത കാണിച്ചെന്നായി പറയുന്നേ? കള്ളൻ എന്ന് വിളിച്ച് മറ്റുള്ളവർ നിന്നെ അപമാനിച്ചപ്പോൾ, തെറ്റ് ചെയ്യാത്ത നിന്റെ കഴുത്തിൽ കയറി പിടിച്ചപ്പോൾ, മറ്റേതൊരു വ്യക്തിയെ പോലെ നീ നിന്റെ നിലനിൽപ്പിന് വേണ്ടി പൊരുതി. അതൊരു തെറ്റാണോ? നിനക്ക് വേണ്ടിയല്ല, നിന്റെ കുടുംബത്തിന് വേണ്ടി. നിന്റെ മക്കൾ കെട്ടുപ്രായം കഴിഞ്ഞും വീട്ടിൽ നിന്നു പോകാതിരിക്കാൻ വേണ്ടി നീ ചെയ്യേണ്ടത് ചെയ്തു, അത്ര തന്നെ. പക്ഷേ അറിഞ്ഞും അറിയാതെയും അതിൽ ശരിക്കും പെട്ടുപോയത് അച്ഛനായെന്ന് മാത്രം. നിന്നെ ഇത്ര അധികം മറ്റൊരച്ഛനും സ്നേഹിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? ആ അച്ഛൻ നീ കാരണം ഇവിടെ നിന്ന് അപമാനിതനായി, നിന്ദിതനായി പോകേണ്ടി വന്നു, അല്ലേ? നിന്നെ പോലെ തന്നെ തെറ്റ് ചെയ്താതിരുന്ന അദ്ദേഹം നീ കാരണം ഒരു കുറ്റവാളിയെ പോലെ. ഈശ്വര, ഏത് ഗംഗയെ പോയി ഒഴുക്കും നീ പാവക്കറ? ഏത് ദൈവം പൊറുക്കും നിന്നോട്? ഇല്ല, ഒരു ദൈവവും പൊറുക്കില്ല. ഒരു കുംഭസാരക്കൂട്ടിലും ഈ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. ഈ ഒരു ദൈവവും നിന്നോട് പൊറുക്കില്ല. നിർത്താൻ ഞാനിനി എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. പാപഭാരം ചുമന്നുള്ള ഈ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കണം. നിന്റെ മനസ്സാക്ഷിയിൽ നിന്ന് ഒരിക്കലും നിനക്ക് ഓടി ഒളിക്കാൻ കഴിയില്ല. സുഖമായി ഒന്ന് ഉറങ്ങാൻ, മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാൻ നിനക്കിനി കഴിയില്ല. അവസാനിപ്പിക്കടാ. ഭൂമിക്ക് ഭാരമായി നിൽക്കാതെ അവസാനിപ്പിച്ച് കളയടാ നിന്റെ ഈ ജീവൻ. അത് തന്നെയാണ് വേണ്ടത്. ഞാൻ ചെയ്തത് ഒരു ദൈവവും പൊറുക്കില്ല. ഒരു കുംഭസാരത്തിലും എനിക്ക് രക്ഷയില്ല. എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി ജീവിക്കണ്ട. ഇതാ കയർ, ഇനി വെച്ച് താമസിക്കണ്ട. അവസാനിപ്പിച്ച് കളയടാ. നിന്നെ വേണ്ടാത്ത ഈ ലോകത്തെ നിനക്കും വേണ്ട, നിനക്കും വേണ്ട. അവസാനിപ്പിച്ച് കളയടാ. വൈദിക മന്ദിരത്തിൽ കപ്പ്യാരുടെ ദുരൂഹത നിറഞ്ഞ മരണം. സംഗതികൾ ഇനിയും കൊഴുക്കും. മാധ്യമങ്ങൾ പാടി ആഘോഷിക്കും. സഭയും
അതിൽ അംഗങ്ങൾ തമ്മിൽ ഇനിയും ഇടർച്ചയുണ്ടാകും. ആളുകൾ പള്ളിയിൽ പോകാതെയാകും. എന്റെ സാമ്രാജ്യം വികസിക്കും. അവസാനിപ്പിക്കടാ, വേഗം അവസാനിപ്പിക്ക്. നിന്നെ വേണ്ടാത്ത ഈ ലോകത്തെ നിനക്കും വേണ്ട. വേഗം വേഗം അവസാനിപ്പിക്കടാ. ജോൺസേട്ടാ, ജോൺസേട്ടാ, ലോകം നിന്നെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നതാ. അവസാനിപ്പിക്കടാ, വേഗം. സമയം കളയരുത്, വേഗം അവസാനിപ്പിക്ക്. ജോൺസേട്ടാ, ഇയാളിത് എവിടെ പോയി? ഞാൻ ഈ മൊബൈൽ എവിടെയാ വെച്ച്? ജോൺസേട്ടാ, ജോൺസേട്ടാ, അല്ല ഇത് ആരാ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നേ? ജോൺസേട്ടാ, ഒന്ന് തുറന്നേ. അല്ല, എന്തീ കയ്യിലേ? ഇത് എന്തിനുള്ള പുറപ്പാടാണ്? ക്ഷമിക്കണമോ, എന്നോട് ക്ഷമിക്കണം. ഞാനാ ഇതെല്ലാം ചെയ്തത്. എന്റെ പൊന്നു പോലത്തെ അച്ഛന് ചതിച്ചത് ഞാനാ. എനിക്കിനി ജീവിക്കണ്ട അച്ഛാ, എനിക്കിനി ജീവിക്കണ്ട. എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് മരിച്ചാൽ മതി. ജോൺസേട്ടാ, എഴുന്നേറ്റേ, എഴുന്നേൽക്കാൻ. എനിക്ക് ഒരു വിഷമവുമില്ല. ജോൺസേട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്റെ കർത്താവിനെ ചെയ്യാത്ത കുറ്റത്തിനാണ് കുരിശിൽ തറച്ചത്. ജോൺസേട്ടൻ അത്രയൊന്നും ചെയ്തില്ലല്ലോ. നമുക്കിതെല്ലാം പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. വന്നേ, നമുക്ക് പള്ളിയിലേക്ക് പോകാം. പറ്റുമെങ്കിൽ നല്ലൊരു കുമ്പസാരവും നടത്താം. വന്ന ജോൺസേട്ടൻ, നമുക്ക് ശരിയാക്കാന്നേ. ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റു എന്ന് വിചാരിക്കണ്ട. നശിപ്പിക്കും, ഞാൻ തകർത്തു കളയും. സഭയെയും ദേവജനങ്ങളിടയിൽ പിളർപ്പുകൾ ഞാൻ സൃഷ്ടിക്കും. വൈദികർക്കെതിരെ വടിവാളും തീപ്പന്തകളും ഏന്തി ഞാൻ അവരെ നിർത്തും. സഭയിൽ നിന്നകന്ന് പള്ളിയിൽ പോകാത്തവരാക്കി ഞാൻ മാറ്റും. അങ്ങനെ ഞാൻ ഈ ഭൂമിയെ എന്റെ പാദങ്ങൾക്ക് കീഴിലാക്കും. എന്റെ സാമ്രാജ്യം ഇവിടെ ഉറപ്പിക്കും. നല്ല ഈശോയെ, നാളെ മുതൽ ഞാനൊരു വൈദികനായി സേവനം ചെയ്യാൻ പോവുകയാണല്ലോ. ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞ ആ ജോലി ഭംഗിയായി ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ ബാലനാണ്, ബലഹീനനാണ്. പ്രലോഭനങ്ങളിൽ വീഴാതെ എന്നെയും മറ്റു വൈദികരെയും അങ്ങ് കാത്തുകൊള്ളണമേ. ഈശോയുടെ അതിദാരുണമാ പീഠാസഹനങ്ങളെ ഓർത്തെന്നും ലോകം മുഴുവൻ ലോകം ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. തീർന്നു എന്ന് കരുതണ്ട. വരും, ഞാൻ നശിപ്പിക്കും, ഞാൻ തകർക്കും. എന്ന് ഈ നശിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥന
എനിക്ക് തളർച്ച സംഭവിക്കുന്നുവോ അന്ന് ഞാൻ തിരിച്ചു വരും. ഓർത്തോ ഓർത്തോ ഓർത്തോ. പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. പ്രാർത്ഥിച്ചോ മക്കളെ, പ്രാർത്ഥിച്ചോ. അവൻ ആ മരിയൻ കോവിലിൽ മാത്രമല്ല നിങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ, പ്രാർത്ഥിക്കണം. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ